ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഫ്രഞ്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ പീഡോഫൈൽ കേസിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. ചികിത്സിച്ച 300 കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച 74-കാരനായ ജോയൽ ലെ സ്കൗർനെക് ഒടുവിൽ ഇദ്ദേഹം കുറ്റം സമ്മതിച്ചതോടുകൂടിയാണ് രാജ്യത്തെ ഏറ്റവും വലിയ പീഡോഫൈൽ കേസിന്റെ ഞെട്ടിക്കുന്ന കഥ പുറം ലോകം അറിഞ്ഞത്. അതായത് ഇദ്ദേഹത്തിന് കുറ്റം സമ്മതിക്കേണ്ടി വന്നതാണ്. അങ്ങനെയാണ് ലോക ചരിത്രത്തെ തന്നെ ഗതി മാറ്റിവിട്ട ഒരു പീഡകന്റെ ചിത്രം പുറം ലോകം കാണുകയാണ്. ബീജ് ജമ്പറും കറുത്ത ജാക്കറ്റും ധരിച്ച് വെള്ള മുടിയുള്ള സ്കൗർനെക് തന്റെ പീഡനത്തിന് ഇരയായവരുടെ മുന്നിലേക്കാണ് കഴിഞ്ഞ ദിവസം എത്തിയത്. 3 പതിറ്റാണ്ടോളമാണ് ഇയാൾ സർജനായി സേവനമനുഷ്ഠിച്ചത്. അതിനിടയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കമുള്ള 299 പേരെ ആക്രമിക്കുകയോ ബലാത്കാരം ചെയ്യുകയോ ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ഫ്രാൻസിൽ ഉടനീളം ജോലി ചെയ്തിരുന്ന സ്കൗർനെക് പലരെയും അനസ്തേഷ്യയ്ക്ക് വിധേയരാക്കി ശസ്ത്രക്രിയകൾ നടത്തിയിരുന്നു. 2020 അയൽവാസിയായ 6 വയസ്സുകാരനെയും 4 വയസ്സുള്ള ഒരു രോഗിയെയും അയാളുടെ 2 മരുമക്കളെയും ആക്രമിച്ച കേസിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ ലെ സ്കൗർനെക് നിലവിൽ 15 വർഷത്തെ തടവ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. 2017 6 വയസ്സുകാരിയായ പെൺകുട്ടിയെ തന്റെ മാതാപിതാക്കളോടൊപ്പം പൂന്തോട്ടത്തിൽ വെച്ച് സ്കൗർനെക് തന്നോട് കാണിച്ച അതിക്രമത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയപ്പോഴാണ് അയാൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ യഥാർത്ഥ വ്യാപ്തി വ്യക്തമാകുന്നത്. ഉടൻ തന്നെ അവർ പോലീസിനെ ബന്ധപ്പെടുകയായിരുന്നു. തുടർന്ന് ജോൺ സാക്കിന്റെ സ്കൗർനെക്കിന്റെ വീട്ടിൽ നടത്തിയ ഒരു പരിശോധനയിൽ ബാലപീഡനം ചിത്രീകരിക്കുന്ന ഞെട്ടിക്കുന്ന തെളിവുകളാണ് പോലീസ് കണ്ടെത്തിയത്. 3 ലക്ഷം ഫോട്ടോകളും വീഡിയോകളും ഇരകളുടെ പേരുകളും ആക്രമണങ്ങളുടെ വിവരങ്ങളും തീയതികളും അതുപോലെ ആൺകുട്ടികൾ പെൺകുട്ടികൾ ഇവർക്കൊക്കെ നേരെയുള്ള ഇദ്ദേഹത്തിന്റെ മുഴുവൻ ആക്രമണങ്ങളുടെയും സൂക്ഷ്മമായ വിവരങ്ങൾ അടങ്ങിയ ഡയറി കുറിപ്പുകളാണ് പോലീസ് ആ വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. തന്നെയുമല്ല, വീടിന്റെ പാർക്കറ്റ് ഫ്ലോറിങ്ങിനിടയിൽ നിന്നും ഇയാൾ പേരുകൾ നൽകിയ ഒരു കൂട്ടം പാവകളെയും ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഡയറി കുറിപ്പിൽ സ്കൗർനെക് കൊന്നവരുടെ കൂട്ടത്തിൽ ഈ പേരുകളും ഉണ്ട് എന്ന് പോലീസ് ഞെട്ടലോടുകൂടിയാണ് കണ്ടെത്തിയത്. ഡയറിയുടെ ഒരു കുറിപ്പിൽ ഞാൻ ഒരു പീഡോഫൈലാണ്, ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും സ്കൗർനെക് സ്വന്തം കൈപ്പടയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഇയാളുടെ ഡയറി കുറിപ്പുകൾ വെച്ചിട്ടാണ് പോലീസ് പല ഇരകളെയും ഇന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരിൽ പലരെയും മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചതിനാൽ ഈ സംഭവം പലർക്കും ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല. മറ്റു ചിലർ ജീവിതം അവസാനിപ്പിക്കുന്നതിലേക്കും മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും ഒക്കെ അടിമകളായോ ഒക്കെ മാറിയിട്ടുണ്ട്. സാമൂഹിക ബന്ധങ്ങൾ പോലും സ്ഥാപിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് ഇയാൾ ദ്രോഹിച്ച പലരും. ഇക്കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഭർത്താവ് ഡൊമിനിക്കിന്റെ നിർദ്ദേശപ്രകാരം സിഗലെ പെലിക്കോട്ട് എന്ന യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്ത 51 പുരുഷന്മാർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയതിനു ശേഷം ഫ്രാൻസിനെ പിടിച്ചു കുലുക്കിയ 2ാമത്തെ ഏറ്റവും വലിയ ലൈംഗിക പീഡന കേസായിട്ടാണ് ലോക മാധ്യമങ്ങൾ ഈ ഒരു പീഡകനെ സംബന്ധിക്കുന്ന ചരിത്രങ്ങൾ എണ്ണി പറയുന്നത്.